യാന്ത്രികമായ യുക്തിവാദക്കാർക്ക് എല്ലാത്തിനോടും പരിഹാസമാണ്. അവരെ മാറ്റി നിർത്തിയാൽ ആ വിശ്വാസം ഇടനെഞ്ചിലെ ചങ്കിടിപ്പാക്കിയ വിശ്വാസികളെ മാത്രമല്ല, ശബരിമലയെ ആദരവോടെ കാണുന്ന കോടിക്കണക്കിനായ മനുഷ്യരോട് കാണിച്ച മാപ്പില്ലാത്ത വഞ്ചന, ആ ലോകോത്തര കള്ളക്കടത്തുകാരൻ ഇൻഫേമസ് സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ കോടതിക്ക് സംശയങ്ങളുണ്ടെങ്കിലും ആ സന്നിധാനത്ത് പരാതങ്ങളെ പോലെ പടർന്നു കയറിയ ഒരു മാഫിയ സംഘത്തിന്റെ മര്യാദഘട്ട കവർച്ച എന്നതല്ല പ്രശ്നം. അയ്യപ്പ വിശ്വാസത്തെ, ആ പവിത്രതയെ കുറ്റബോധത്തിന്റെ ലാഞ്ചനയില്ലാതെ നാണമില്ലാതെ ഒറ്റുകൊടുത്തുവെന്ന കേസാണ്. ആ വിശ്വാസം വിറ്റ കൊള്ളപ്പണം പങ്കിട്ടെടുത്ത ആരൊക്കെയുണ്ടോ അവരൊക്കെ വെള്ളമിറങ്ങാതെ മരിക്കും എന്നുറപ്പതിന് മാപ്പില്ലത് കേരളം മറക്കില്ല. അതുവരെ ദേവസ്വം ബോർഡ് അടങ്ങുന്ന ഒരു കള്ളക്കൂട്ടം കേരളത്തിന്റെ കണ്ണുകെട്ടി കാർപ്പറ്റിനടിയിൽ പൂട്ടിവെച്ച കവർച്ച ടെസ്റ്റ് മണി കോടതി കയ്യോടെ പിടിച്ച ആദ്യകാലത്ത് പോറ്റിയുടെ കൂസലില്ലാത്ത കോൺഫിഡൻസ് കണ്ടപ്പോഴേ പറഞ്ഞതാണ്. ആ ധൈര്യത്തിന്റെ അടിസ്ഥാനം ദേവസ്വം ബോർഡാണ്. 2019 പോറ്റിക്കുള്ള കള്ളപ്പണിക്ക് ലൈസൻസ് ആയത് അന്ന് ഇറക്കി കൊടുത്തൊരു ഉത്തരവാണ്. ആ ദ്വാരപാലകരെ അടിച്ചു മാറ്റുന്നതിന് മുൻപേ തയ്യാറാണ് ആ തട്ടിപ്പിന്റെ വാർപ്പ് മാതൃക. 2019 രണ്ടാം മാസം സ്വർണം പൂശ ചെമ്പുപാളി എന്ന് വ്യക്തമാക്കിയ ഒരു കത്ത് സാക്ഷാൽ വാസുവിന്റെ മേശപ്പുറത്തേക്ക് എത്തിയതാണ്. ആ സ്വർണം അന്തരീക്ഷത്തിൽ ആവിയാക്കിയതാണ്. അന്ന് ചെമ്പാക്കി അടിച്ച ഉടായ്പാണ് പിന്നീട് നമ്മൾ കണ്ട മാരകമായ കാട്ടുകൊള്ളയുടെ ആണിക്കൽ അടിത്തറ. ആ രാഷ്ട്രീയ ശക്തിയിൽ ഞാനൊന്നും പറഞ്ഞില്ലേ, നാട്യത്തിൽ കാപട്യം കളിച്ച വാസുവിനെ SIT തൂക്കിവാരി അകത്തിട്ടാലും അരവർത്താനം പറയില്ലെന്ന് പറയലാണ് പാർട്ടി സെക്രട്ടറി. അരവർത്താനമല്ല, മുഴുവർത്താനം പറഞ്ഞാലും മുഴുക്കില്ല അറസ്റ്റ്. സർക്കാരിനും CPM-നും മുഖമടച്ച് കിട്ടുന്ന കൊടുംപ്രഹരമാണ്. ആ കൊള്ളയ്ക്ക് ദല്ലാൾ പോറ്റിയോ മുരാരിയോ പോലെയല്ല വാസു, അടിമുടി CPM ആണ് പാർട്ടി കേഡർ. ആ ചട്ടങ്ങൾ കാട്ടിലിട്ട് അയാൾ കമ്മീഷണറായെങ്കിൽ കാലാവധി നീട്ടിക്കൊടുത്ത് കോടതി ചെവിക്ക് പിടിച്ചപ്പോൾ നേരെ ബോർഡിന്റെ അധ്യക്ഷനായ പ്രൊമോഷനാണെങ്കിൽ അത് പാർട്ടി പവറാണ്. ആരെയും കാത്തുരക്ഷിക്കില്ലെന്ന ക്ലീഷയിൽ തീരില്ല സെക്രട്ടറി. കാവലേൽപ്പിച്ചു കൊടുത്ത നേതാവ് കാട്ടുകൊള്ളയിൽ അകത്തായെങ്കിൽ കേരളത്തിന് വേണ്ടത് രാഷ്ട്രീയ മറുപടിയാണ്, അകക്കാമ്പില്ലാത്ത അരാവർത്താനമല്ല. വാസുവിൽ നിന്ന് അടുത്ത പാർട്ടി നോമിനിയിലേക്ക് ആ കൈവിലങ്ങനെ നീളം കൂടുമ്പോൾ MV ഗോവിന്ദന് പറയാൻ മടിയാണെങ്കിൽ എന്തിനും പോകുന്നൊരു നേതാവുണ്ടല്ലോ, പുച്ഛത്തിന്റെ മൊത്തക്കച്ചവടക്കാരൻ. മാധ്യമങ്ങൾക്ക് അക്ഷരവടിവിൽ എത്തിക്സ് ക്ലാസ് എടുത്തിട്ട് തിരക്ക് കഴിഞ്ഞെങ്കിൽ കേരളം ഞെട്ടി മാഫിയ വഞ്ചനയിൽ പാർട്ടി നേതാക്കൾ അനാവൃതരായി നിൽക്കുമ്പോൾ വാ തുറന്ന് എന്തെങ്കിലും പറയാമോ സത്യാനന്തരകാല നേതാവേ?